അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു പരിപാടി പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലാത്ത തന്നെ ഷോക്കായിട്ടിരിക്കുക. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. അപ്പോൾ അതുവരെ കണ്ടന്റുകളൊക്കെ എന്നിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെയായിട്ട് കുറേ നേരമായി ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു കണ്ടന്റ് കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങൾ വെറുതെ ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഇതൊരു കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതെ, ഇപ്പം സമയം എത്രയായി? 11 മണിയുണ്ടാവും. 11 മണിയുണ്ട്. ഇതുവരെയും കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. കുറേ നേരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടി ചിന്തിച്ചിട്ട് നേരെ പോയി കിടന്നാവും. അതെ, അപ്പോൾ വിചാരിച്ച് വെറുതെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു കണ്ടന്റ് ആയാലും ആദ്യം വിചാരിച്ചു വേണ്ട, എന്നിട്ട് പറയാ, എന്നിട്ട് ഇപ്പം സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ച്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടണല്ലോ. ഒന്നാമത്തെ കേസ് സംസാരിക്കാൻ രണ്ടാൾക്കും അറിയില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇപ്പം എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ എന്നിട്ട് പറയാ, അങ്ങനെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും. എന്നിട്ട് പറയാ, അങ്ങനെ പറഞ്ഞൊരു സമയം മുഴുവനും കളയും, കിടന്നുറങ്ങും. അതാണ് അവസ്ഥ. പിന്നെന്താ വെച്ചാ എന്നിട്ട് പറയുന്നേ, ഉണ്ണി ഉറക്കി കെടുത്തിയിട്ട് വേണം ഞങ്ങൾക്ക് വീഡിയോ. അതിൻ്റെ ഇടയിൽ ഉണ്ണി ഏറ്റു, പിന്നെ പോയി പാലെടുത്ത് ഉറക്കി. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ശബ്ദം ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ഉണ്ണിയാകെ വീർത്തിട്ട് എടുക്കുന്നു ഉറങ്ങാൻ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് നല്ല ചൂടൊക്കെ ഉണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ സെറ്റ് ആക്കണം. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നൈസിൽ എനിക്കുണ്ട്. കഴിഞ്ഞോ അത്രയുള്ള വീഡിയോ? അത്രയുള്ള കുറച്ചും കൂടി പറയും. എന്നാലും കുറച്ച് സമയമെങ്കിലും ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ എന്തായാലും പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല. ഇത് അങ്ങനെ തന്നെ എടുക്കും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ല, ഉറക്കം എൻ്റെ കുറച്ച് ദിവസമായി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങണം. ചൂടെടുക്കണ്ട്. പിന്നെ ഞങ്ങൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ സപ്പോർട്ട് ചെയ്തല്ലേ ഞങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ ഇനി അടുത്ത വീഡിയോകൾ ഇടാനായിട്ട്. പിന്നെ കണ്ടന്റ് ആണ് ഇപ്പൊ മെയിൻ പ്രശ്നം. ഒന്നാമത് കണ്ടന്റിന് ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കണ്ടന്റ് ഇതുവരെ തന്നിട്ടില്ല. അത് വേറെ കാര്യം. നമ്മളങ്ങനെ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നു. ചിരി വരട്ടെ. ഒന്നാമത്തെ നല്ല ചമ്മലുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ രണ്ടാളും. ഇത് വർഷങ്ങളായിട്ട് ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചത് ഞങ്ങൾ അന്നേ തുടങ്ങി. ഇന്ന് നമുക്ക് കുറേ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോ വിചാരിക്കുന്നു. അതെ അല്ലേ? പിന്നെന്താ പറയാ, ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി നേരം പോയിരുന്നു. ഉണ്ണി ഉറങ്ങി. പിന്നെ പറഞ്ഞിരിക്കലാണ് പ്രശ്നം. അതെ, അങ്ങനെ പറഞ്ഞാൽ ആലോചിക്കും ഇനി എന്താ പറയാ. അങ്ങനെ നമ്മൾ ഓവറായിട്ട് ആലോചിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. എന്താ പറയല്ലേ ഡയലോഗ്, ഓവർ തിങ്ക് ചെയ്യാനായിട്ട് പാടില്ല. അതന്നെ. പിന്നെ ഇവിടെ ആരും ഇല്ല. ഇവിടെ ഞങ്ങളും 3 പേരും അച്ഛനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അമ്മ ചേച്ചിയുടെ പിള്ളേരുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പം അങ്ങോട്ട് പോയി. അവിടെ ബിരിയാണിയൊക്കെ കിട്ടുന്നു പറയണു. പോയിരുന്നു. പക്ഷെ ഞങ്ങൾ എത്താൻ നേരം വൈകി. പിന്നെ ഉണ്ണീനൊക്കെ കൊണ്ടുപോയി വരുമ്പോൾ ലേറ്റ് ആവില്ല. അതാണ് കൊണ്ട് പോയില്ല. പിന്നെ
ഇപ്പൊ കണ്ടില്ലേ കുറെ സംസാരിക്കാൻ കിട്ടി, വെറുതെ കണ്ടന്റ് തപ്പിയിരിക്കുന്ന നേരം ഇങ്ങനെയൊന്നും സംസാരിച്ചാൽ മതിയായിരുന്നു. അതെ. പിന്നെ അങ്ങനെ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ ഹൈപ്പ് എന്നൊക്കെ പറയണ്ടേ, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഹൈപ്പ് ചെയ്തോളൂ എന്നൊക്കെ പറയണ്ടേ, അപ്പൊ ഞങ്ങളുടെ ഹൈപ്പ് ചെയ്തോളൂ. എന്നിട്ട് ഹൈപ്പ് ഓ, എനിക്ക് സംഭവം അറിയില്ല. ഒന്നാമത്തത് ഇപ്പൊ ഇതിന്റെ പിന്നാലെ നടക്കാനൊന്നും നമുക്ക് ടൈമില്ല. പിന്നെ ഇത് എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. ഞങ്ങള് വെറുതെ ഇങ്ങനെ ഇടണമെന്നുള്ള ഹൈപ്പ് ഹൈപ്പ് ചെയ്തോളൂന്നൊക്കെ ഒരു വീഡിയോയില് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുകളൊക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയില്ല, അതും ചെയ്യും. ഓക്കെ. ഹൈപ്പ്